അപ്പോൾ ഇത്രയാണ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന എക്സാംസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മലയാളം എഴുതുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട് തീർച്ചയായിട്ടും. ഹലോ എവ്രി വൺ, കേന്ദ്ര സർക്കാർ ജോലികളിലേക്കുള്ള നമ്മുടെ എൻട്രൻസ് ഗേറ്റ് ആണ് SSC എക്സാംസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ആയതുകൊണ്ട് തന്നെ ഈ എക്സാംസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമല്ല എഴുതാൻ പറ്റുള്ളൂ. നമ്മുടെ മലയാളത്തിൽ ഈ എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റുമെന്ന് നിങ്ങളിൽ പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്, SSC പരീക്ഷകൾ നമുക്ക് മലയാളത്തിൽ എഴുതാനായിട്ട് സാധിക്കുമോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഭാഗം ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാംഗ്വേജസ് ഫോർ എക്സാമിനേഷൻ്റെ കൂടെ മലയാളം വരുന്നത് ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷനിൽ കണ്ടതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ ഇതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 13 റീജിയണൽ ലാംഗ്വേജസ്, അതിൽ ഇവിടെ മലയാളം എന്ന് വന്നിരിക്കുന്നതോ, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരു ഫോമാറ്റിൽ വീണ്ടും ഇവിടെ മലയാളം എന്ന് വന്നിരിക്കുന്നതോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യം കാണിച്ചത് 2024 CHSL എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇവിടെ നമുക്ക് മലയാളത്തിലും എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ GD കോൺസ്റ്റബിൾ എക്സാമിൻ്റെയും വീണ്ടും MTS എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലെ ഭാഗങ്ങളാണ്. ഈ എക്സാംസും മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ, ഇതിന് മുമ്പ് വരെ അങ്ങനെയാണ്. ഈ വർഷത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, ബട്ട് സ്റ്റിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ എക്സാംസ് ആണ് SSCയിൽ നമുക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉള്ളത് എന്നാണ്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ SSC MTSഉം SSCയുടെ CHSL എക്സാമും SSCയുടെ GD കോൺസ്റ്റബിൾ എക്സാമുമാണ് പ്രധാനമായിട്ട് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന എക്സാംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ എക്സാംസിൻ്റെ പ്രത്യേകത? ഈ എക്സാംസിൽ നമുക്ക് മലയാളത്തിൽ എഴുതുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയുടെ CHSL എക്സാമിനെ പറ്റിയിട്ടാണ്. SSCയുടെ CHSL എക്സാം എന്ന് പറയുന്നത് +2 യോഗ്യതയുള്ള ഏതൊരു ഇന്ത്യക്കാരിക്കും എഴുതാൻ പറ്റുന്ന സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്. 3 പോസ്റ്റുകളിലേക്കാണ് സാധാരണ SSCയുടെ CHSL എക്സാം വിളിക്കാറുള്ളത്. ഇത് LDC, ലോവർ ഡിവിഷൻ ക്ലർക്ക്, JSA ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, ഈ 3 പോസ്റ്റുകളിലുമാണ് സാധാരണ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ SSCയുടെ എക്സാം കാലണ്ടർ പ്രകാരം 27-ാം തീയതി മെയ്യിലായിരിക്കും വരുന്നുണ്ടാവുക. അതിനുശേഷം ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു +2 ആണ് ഈ എക്സാമിൻ്റെ അടിസ്ഥാന യോഗ്യത. 2 tiers-ലാണ് എക്സാം നടക്കുന്നത്, Tier 1 ആൻഡ് Tier 2. ഏജ് ലിമിറ്റ് 18 to 27 years ആണ്. അതിൽ ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. നിങ്ങൾ OBC ആണെങ്കിൽ ഒരു 3 വർഷം അധികം കിട്ടും. ഇനി നിങ്ങൾ SC ST ആണെങ്കിൽ ഒരു 5 വർഷം കൂടി നിങ്ങൾക്ക് അധികം ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ വർഷം വരാൻ പോകുന്ന എക്സാം കാലണ്ടർ പ്രകാരമുള്ള ഡേറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മുടെ സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് നോക്കുമ്പോൾ Tier 1 ആൻഡ് Tier 2 ആണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ? സോ Tier 1 എക്സാമിനും Tier 2 എക്സാമിനും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് വരുന്നത്. സോ ഈ എക്സാംസിലാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ മീഡിയം ഓഫ് ദി എക്സാം മലയാളമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേൺ ഒന്ന് നോക്കാം. 4 സബ്ജക്ട്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് ഒഴികെ ബാക്കി 3 എണ്ണത്തിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ CGLൻ്റെ ഒക്കെ എക്സാം നോക്കുകയാണെങ്കിൽ അത് മലയാളത്തിൽ എഴുതാൻ, ഡിഗ്രി ലെവൽ എക്സാംസ് അധികവും മലയാളത്തിൽ എഴുതാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമാണ് വരിക. സോ ഇവിടെ ഹിന്ദി വരുന്നതിന് പകരം നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ലോക്കൽ ലാംഗ്വേജ് ഏതാണോ, നിങ്ങൾ മലയാളമാണ് നോക്കുന്നതെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ റീസണിങ്ങിലും ജനറൽ അവയർനെസ്സിനും ആപ്റ്റിറ്റ്യൂഡിനും മാത്രമാണ് മലയാളത്തിലേക്കുള്ള ട്രാൻസ്ലേഷൻ ഉണ്ടാവുള്ളൂ. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെയാണ് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ഉണ്ടാവില്ല. ഓക്കെ, അത് ഇംഗ്ലീഷിൽ തന്നെ വേണം നിങ്ങൾ സോൾവ് ചെയ്യാൻ. അതിപ്പോൾ ഹിന്ദി ആയിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ മറ്റ് എക്സാം MTS എക്സാമാണ്. CHSL ഒരു +2 ലെവൽ എക്സാം ആണെങ്കിൽ ഇവിടെ MTS എന്ന് പറയുന്നത് ഒരു
10th ലെവൽ എക്സാം ആണ്. അപ്പോൾ ഈ എക്സാമിനേഷൻ വീണ്ടും നമ്മുടെ നോൺ ടെക്നിക്കൽ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള, അതായത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള നടത്തപ്പെടുന്ന എക്സാമാണ്. അതുപോലെ തന്നെ ഹവൽദാർ പോസ്റ്റുകളും ഈ എക്സാമിലൂടെ ഫുൾഫിൽ ചെയ്യപ്പെടാറുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി 10th സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ്സ് 2025 സ്റ്റാർട്ട് ചെയ്യുന്നത് 26th ജൂൺ ഓൺവേർഡ്സ് ആണ്. സെലക്ഷൻ പ്രോസസ്സ് ഇവിടെ 2 സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 2 ആണ്. ഇത് ഹവൽദാർ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും അവൈലബിൾ ആണ്. ഓക്കെ, സോ അതാണ് MTSന്റെ പ്രത്യേകത. വീണ്ടും ഏജ് ലിമിറ്റ് 18 years to 25 years, റിലാക്സേഷൻ ഒക്കെ സെയിം തന്നെ. അപ്പോൾ ഇനി നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ടു ഒക്ടോബർ 2025 ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീണ്ടും മലയാളം ഇവിടെ എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ന്യൂമെറിക്കൽ എബിലിറ്റി, റീസണിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. സോ ബാക്കിയുള്ള എക്സാംസിൽ നിന്നും MTSന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ 2 സെഷനായിട്ടാണ് എക്സാംസ് നടക്കുക. ഓക്കെ, സെഷൻ 1 വീണ്ടും സെഷൻ 2. സോ നോർമലി ഇവിടെ എല്ലാത്തിൽ നിന്നും ബാക്കിയുള്ള SSCയുടെ എക്സാംസിലൊക്കെ തന്നെ ഇതിന് 2നും വരുന്ന മാർക്കും ടോട്ടൽ വരുന്ന മാർക്കും ഒക്കെ ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് അല്ലെങ്കിൽ കട്ട് ഓഫ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുക അല്ലേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ സെഷൻ 1 എന്ന് പറയുന്ന മാത്സും റീസണിങ്ങും കംപ്ലീറ്റ്ലി ക്വാളിഫയിങ് ആണ്. സോ ഇത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താലാണ്, അപ്പോൾ മിനിമം റിക്വയർമെൻറ്റ് എത്രയാണെന്ന് ഇനി പറയാം, അത് ക്വാളിഫൈ ചെയ്താലാണ് സെഷൻ 2 നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുകയുള്ളൂ. എന്നിട്ട് സെഷൻ 2 മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റുള്ളവയിൽ നിന്നും ഈ ഒരു എക്സാമിനുള്ള പ്രത്യേകത. നോർമലി വേറെ എക്സാംസിലൊന്നും അങ്ങനെയില്ല. എല്ലാത്തിൻ്റെയും മാത്സിലെ റീസണിങ്ങിലും ഒക്കെ മാർക്ക് സാധാരണ എടുക്കാറുണ്ട്. പക്ഷേ ഇത് ക്വാളിഫയിങ് ആണ്. മാത്സും റീസണിങ്ങും ക്വാളിഫയിങ് ആണ്. നിങ്ങൾക്ക് അതിൽ എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല, നിങ്ങൾ ജസ്റ്റ് പാസ്സായാലും മതി. പക്ഷേ ഇവിടെ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഓക്കെ, 10th ലെവൽ എക്സാം ആയതുകൊണ്ട് എക്സാമും ആ ലെവൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ മാത്സിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ കാണാം, റീസണിങ്ങും കാണാം, ജനറൽ അവയർനെസ്സും കാണാം. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പാസ് മാർക്കാണ് കേട്ടോ. 30% ആണ് സെഷൻ 1 അൺറിസർവ്ഡ് കാറ്റഗറിക്ക് വരേണ്ടത്. OBC അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ളവർക്ക് 25%, ബാക്കിയുള്ളവർക്ക് 20% വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ. ഇതും ഒരു 10th ലെവൽ എക്സാം ആണ്. സോ പല ഫോഴ്സസിലേക്കുമുള്ള കോൺസ്റ്റബിൾ, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് ആണ് GD കോൺസ്റ്റബിൾ എക്സാമിലൂടെ നടക്കുന്നത്. 10th സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. സോ ഇവിടെ പൊതുവെ SSCയിൽ ഏറ്റവും ലാസ്റ്റ് നടക്കുന്ന എക്സാമാണ് GD കോൺസ്റ്റബിൾ എക്സാം എന്ന് പറയുന്നത്. സോ ഇവിടെ 11th നവംബറിലായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ മാർച്ച് എനിക്ക് തോന്നുന്നു 2026 ഈ ഒരു എക്സാം വരുന്നത്. ഓക്കെ, സോ പൊതുവെ എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഡിസംബർ ജനുവരി സമയത്തായിരിക്കും GD കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും എക്സാം നടക്കുന്നതും ഒക്കെ. ഓക്കെ, സോ അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത്. വീണ്ടും ഇത് ഫോഴ്സസിലേക്കുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. ഏജ് ലിമിറ്റ് 18 to 23 years, റിലാക്സേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. സോ SSCയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന പോസ്റ്റാണ് GD കോൺസ്റ്റബിൾ. 2024 വേക്കൻസിയാണ് 39,000. അപ്പോൾ അതിന് മുമ്പ് 50,000 വരെ വേക്കൻസീസ് വരുന്ന വർഷങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. ഈ പറയുന്ന ഫോഴ്സുകളിലേക്കാണ്. ഫോർ എക്സാമ്പിൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലാണ് നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഇൻഡോ പാക് ബോർഡറിലായിരിക്കും ഉണ്ടാവുക. ഇനി സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പോർട്ടുകൾ അല്ലെങ്കിൽ മൈനുകൾ അല്ലെങ്കിൽ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്ലേസസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അങ്ങനെയുള്ള പ്ലേസസിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ CISF അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി CRPF ഈ നക്സലൈറ്റ്, മാവോയിസ്റ്റ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനൊക്കെ എതിരായിട്ട് വരുന്ന ഫോഴ്സുകളാണ് CRPF. ഇൻഡോ ടിബറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ടിബറ്റ് ബോർഡറിൽ വരുന്നതാണ്. സശസ്ത്ര സീമാബൽ വീണ്ടും സെക്രട്ടേറിയറ്റ് സർവീസ് ഫോഴ്സ്, SSF, NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്. അപ്പോൾ ഇതിലേക്കൊക്കെയാണ് ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾസിൻ്റെ
റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പേ ലെവലും അത്യാവശ്യം നല്ലതാണ്. ഒരു 10th ലെവൽ കഴിഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന നല്ല പേയ്മെൻ്റ് ആണ്. സോ 18,000 തൊട്ട് മുകളിലേക്കാണ് പേയ്മെൻറ്റ് വരുന്നത്. സോ ഇവിടെ ഫോഴ്സസ് ആയതുകൊണ്ട് അതിൻ്റെ മറ്റനേകം ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാം പാറ്റേൺ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെയും 4 സബ്ജക്ട്സ് തന്നെയാണ്. റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും ഹിന്ദിയും. അപ്പോൾ ഇത് 3 എണ്ണവും നിങ്ങൾക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് കിട്ടും. ഇംഗ്ലീഷ് ഓർ ഹിന്ദി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അവിടെ മിക്കവാറും നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുന്ന എക്സാംസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മലയാളം എഴുതുന്നതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മാതൃഭാഷയാണ്. അപ്പോൾ അതിനൊരു അപ്പർ ഹാൻഡ് എന്തായാലും നമുക്ക് ഉണ്ടാവും. ഇനി അതല്ലാതെ വരുന്ന ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മലയാളത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ റീസണിങ്ങിലെ സില്ലോജിസം പോലത്തെയോ അല്ലെങ്കിൽ വെൻ ഡയഗ്രാംസ് പോലെയോ ഒക്കെയുള്ള ചില ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അധികവും ഇംഗ്ലീഷിൽ പഠിച്ചോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ ശീലിച്ചവരാണെങ്കിൽ മലയാളം ക്വസ്റ്റ്യൻസ് ചിലപ്പം വായിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ ഇച്ചിരി സമയം കൂടുതൽ വേണ്ടി വന്നേക്കാം. സോ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ സ്ക്രീനിൽ ഇംഗ്ലീഷും മലയാളം ഒരുമിച്ചായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മലയാളം മനസ്സിലാക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്, നിങ്ങളുടെ ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ നിങ്ങൾ എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് 3 എക്സാംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാം ഏപ്രിൽ തൊട്ട് നമ്മുടെ അവസരങ്ങളുടെ പെരുമഴയാണ് അല്ലേ. SSCയുടെ കാലണ്ടർ പ്രകാരം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇനി ഏപ്രിൽ തൊട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏതൊക്കെ എക്സാംസ് ആണ്, ഓരോന്നിൻ്റെയും റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, ഏജ് റിക്വയർമെൻറ്റ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ എല്ലാ കാര്യങ്ങളും SSLC മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ ഡിഗ്രിക്കാർക്കോ പ്ലസ് ടുക്കാർക്കോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബിനാർ റിജിൻ സാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഏപ്രിൽ 17 രാത്രി 8 മണിക്കാണ് ആ ഒരു വെബിനാർ വരുന്നത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. നമ്മുടെ വീഡിയോസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമാണ് കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വരുന്ന ഡൗട്ട്സ് ചോദിക്കാനും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടാനും ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതുപോലെ നമ്മൾ നടത്തുന്ന ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള വെബിനാർസ് അല്ലേ. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെബിനാറിന് ജോയിൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നേരത്തെ ഞാൻ പറഞ്ഞ എക്സാംസിൻ്റെ ഒക്കെ ക്ലാസ്സസ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സസും മലയാളത്തിലുള്ള ക്ലാസ്സസും ഒക്കെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ജസ്റ്റ് ഒരു നമ്പറിൽ നിന്ന് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.